സ്ലാഷർ ജേണറിനെ സിനിമാ പ്രേമികൾക്കിടയിൽ വീണ്ടും ചർച്ചാ വിഷയമാക്കിയ ഡാമിയൻ ലിയോണിന്റെ ചിത്രമാണ് ടെറിഫയർ 3. ഹൊറർ ഐക്കോണിക് ആർട്ട് ദ ക്ലൗണിന്റെ ക്രിസ്മസ് ഈവിലെ കൊലപാതകങ്ങളെ ചിത്രീകരിച്ച തേർഡ് പാർട്ട് ഈ വർഷത്തിൽ റിലീസിനെത്തിയ സിനിമകളിൽ ഏറെ ചർച്ചാ വിഷയമായതും ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടിയതുമായ ഫിലിം കൂടിയാണ്. ടെറിഫയർ 2ലെ സെക്കൻഡ് പ്രൊട്ടോഗണിസ്റ്റായ സിയാന ഷോണിനെ വീണ്ടും ഉൾക്കൊള്ളിച്ച സിനിമയിൽ മാർഗ്രറ്റ് ആനി ഫ്ലോറൻസ്, ബ്രൈസ് ജോൺസൺ, ആന്റോനെല്ല റോസ്, അലക്സ ബ്ലെയർ റോബർട്ട്സൺ എന്നിവർ മറ്റു പ്രധാന വേഷങ്ങളെ കൈകാര്യം ചെയ്തിരിക്കുന്നു. സാധാരണയായി ഹാലോവിൻ ഈവനിങ്ങിൽ കൊലപാതകങ്ങൾ നടത്തിയിരുന്ന ആർട്ട് ദ ക്ലൗണിന്റെ ഒരു പുതിയ മുഖമാണ് ടെറിഫയർ 3ൽ കാണിച്ചിരിക്കുന്നത്. ക്രിസ്മസ് ഈവനിങ്ങിന്റെ പ്രധാന ആകർഷണമായ സാന്താക്ലോസിന്റെ അപ്പിയറൻസ് സ്വീകരിക്കുന്ന ആർട്ട് ദ ക്ലൗണിന്റെ മൃഗീയമായ കൊലപാതകങ്ങളും ഭ്രാന്തമായ ചില ജെസ്റ്ററുകളും സ്ലാഷർ ജേണർ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ എക്കാലവും ഓർത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഡേവിഡ് ഹവാർഡ് തോൺടോണും ലോറൻ ലാവേറിയും കൂടാതെ വിക്ടോറിയയെ അവതരിപ്പിച്ച സാമന്ത സ്കാഫഡിയുടെയും എലിയോട്ട് ഫുള്ളാം അവതരിപ്പിച്ച ജൊനാഥന്റെയും കഥാപാത്രങ്ങൾ രണ്ടാം ഭാഗത്തിലേതുപോലെ ടെറിഫയർ 3ലും ഡാമിയൻ ലിയോൺ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്രിസ്മസ് രാത്രിയിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു വീട്ടിൽ തൻ്റെ ആ വർഷത്തെ കൊലപാതകം ആരംഭിക്കുന്ന ആർട്ട് ദ ക്ലൗൺ സാന്താക്ലോസിൻ്റെ വേഷത്തിലെത്തി ഫാമിലിയിലെ 4 അംഗങ്ങളെയും മഴുവിനെ ഇരയാക്കുന്ന രംഗത്തോടെയാണ് സിനിമ ആരംഭിക്കുന്നത്. ഒരു ജോലി തീർത്ത ലാഘവത്തോടെ 4 കൊലപാതകങ്ങൾ ചെയ്ത ക്ലൗണിൻ്റെ 5 വർഷം മുൻപുള്ള ഓൾഡ് കാർണിവലിലെ രംഗത്തിലേക്കാണ് സിനിമ പിന്നീട് നീളുന്നത്. സിയാനയുടെ മാജിക്കൽ സോഡ് കൊണ്ട് തല നഷ്ടപ്പെട്ട ക്ലൗണിൻ്റെ ശരീരം അവിടെ ഇൻവെസ്റ്റിഗേഷന് വന്ന പോലീസ് ഓഫീസറെ കൊലപ്പെടുത്തിയ ശേഷം ചെന്നെത്തുന്നത് വിക്ടോറിയയുടെ അസൈലത്തിലാണ്. അതേസമയം ക്ലൗണിൻ്റെ നഷ്ടപ്പെട്ട തലയ്ക്ക് ജന്മം കൊടുത്ത വിക്ടോറിയ അവളുടെ സെല്ലിൽ ശബ്ദം കേട്ട് ഇൻസ്പെക്ഷന് വന്ന നേഴ്സിൻ്റെ ശരീരം തിന്നുകയായിരുന്നു. സമയമേറെ കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്ത നേഴ്സിനെ തിരഞ്ഞു വന്ന ഗാർഡ് സെല്ലിനുള്ളിൽ കണ്ട കാഴ്ചയിൽ മരവിച്ചു നിൽക്കുമ്പോഴാണ് പോലീസ് ഓഫീസറുടെ കൊലപാതകത്തിന് ശേഷം എത്തിയ ക്ലൗണിൻ്റെ ശരീരം കാണുന്നത്. വിക്ടോറിയയുടെ സഹായത്തോടെ ഗാർഡിനെ കൊലപ്പെടുത്തി ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഇരുവരും ഒടുവിലെത്തുന്നത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള ഒരു വീട്ടിലാണ്. അവിടെ 5 വർഷത്തോളം നീണ്ട ഒരു ശീതനിദ്രയിലാണ്ട ക്ലൗണും വിക്ടോറിയയും ആ വീട് ക്ലീൻ ചെയ്യാൻ വന്ന 2 വർക്കേഴ്സിൻ്റെ കൊലപാതകത്തിലൂടെയാണ് പിന്നീട് ഉണരുന്നത്. ഇതേ സമയം 5 വർഷത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം മെൻ്റൽ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് തിരിച്ചെത്തിയ സിയാന തന്നെ ഒരു ഹീറോയായി കാണുന്ന കസിൻ ഗാബിക്കും അവളുടെ പാരൻസിനുമൊപ്പം എല്ലാം മറന്ന് ഒരു പുതിയ ജീവിതം ആരംഭിക്കുകയായിരുന്നു. പക്ഷേ കടന്നുപോയ സംഭവങ്ങൾ കൊണ്ട് മാനസികാഘാതമേറ്റ അവൾ ഹാലൂസിനേഷൻ കൊണ്ടും സർവൈവർ ഗിൽറ്റ് കൊണ്ടും ജീവിതം തള്ളി നീക്കുമ്പോഴാണ് ക്ലൗൺ തൻ്റെ അടുത്ത ആർട്ട് ഓഫ് മർഡേഴ്സിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ലൈഫിൽ മൂവ് ഓൺ ചെയ്യാൻ ഏറെ ബുദ്ധിമുട്ടുന്ന സിയാനയ്ക്ക് ഏക ആശ്വാസമായി ഉണ്ടായിരുന്നത് ജൊനാഥനായിരുന്നു. പക്ഷേ കോളേജ് ലൈഫുമായി മുന്നോട്ട് പോകുന്ന അവനെ റീകണക്ട് ചെയ്യാൻ സിയാന ശ്രമിക്കുന്നുണ്ടെങ്കിലും തമ്മിൽ കൂടുതൽ അകലുന്നതായാണ് അവൾക്ക് ഫീൽ ചെയ്തത്. പുതിയ ആയുധങ്ങളെല്ലാം പരീക്ഷിച്ച് ക്രിയേറ്റീവായി മർഡേഴ്സിനെ സമീപിക്കുന്ന ക്ലൗൺ അന്ന് രാത്രി എത്തിച്ചേരുന്നത് 3 പേരുള്ളൊരു ബാറിലാണ്. സാന്താക്ലോസിൻ്റെ വേഷമണിഞ്ഞ ആളെ കണ്ട സന്തോഷത്തിൽ അവരുടെ കൂടെ സമയം ചിലവഴിക്കുന്ന ക്ലൗൺ ചെയ്യുന്ന ഹീനമായ പ്രവൃത്തിക്ക് 3 പേരും പ്രതികരിക്കുന്നതോടെ ദേഷ്യം പൂണ്ട ക്ലൗൺ 2 പേരെ വെടിവെച്ച് വീഴ്ത്തുകയും സാന്താക്ലോസിനെ മൃഗീയമായി ടോർച്ചർ ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. സാന്താക്ലോസിൻ്റെ വേഷം ധരിച്ച ആളുടെ വസ്ത്രങ്ങളും ഒറിജിനൽ താടിയും പറിച്ചെടുത്ത് പുതിയ രൂപം സ്വീകരിച്ച ക്ലൗൺ നേരെ എത്തുന്നത് ക്രിസ്മസ് സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മാളിലേക്കാണ്. അതേസമയം അവിടെ ജൊനാഥന് ഗിഫ്റ്റ് വാങ്ങാനായി എത്തിയ സിയാന ക്ലൗൺ കഫേയുടെ പാട്ട് കേട്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് സാന്തയുടെ വേഷം ധരിച്ച് തന്നെ നോക്കി വേവ് ചെയ്യുന്ന ക്ലൗണിനെയാണ്. ക്ലൗണിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്ത സിയാന ആദ്യം ചെന്ന് കാണുന്നത് ജൊനാഥനെയാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന അവനെ സിയാന ക്രിസ്മസ് പാർട്ടിക്ക് ജെസ് ആൻഡിയുടെ വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കുന്നുണ്ടെങ്കിലും ജൊനാഥൻ വീണ്ടും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇതേ സമയം ജൊനാഥനെ പബ്ലിക് പ്ലേസിൽ വെച്ച് കണ്ട അവൻ്റെ റൂംമേറ്റ് കോൾ സന്തോഷത്തോടെ അവനെ ഗ്രീറ്റ് ചെയ്യുമ്പോഴാണ് സിയാനയെ പരിചയപ്പെടുന്നതും കൂടെയുണ്ടായിരുന്ന കോളിൻ്റെ ഗേൾഫ്രണ്ട് മിയ വളരെ ആവേശത്തോടെ സിയാനയുടെ ഡെയിലി ലൈഫിനെ പറ്റി ചോദിക്കുന്നതും. റിയൽ മർഡർ സ്റ്റോറീസ് പോഡ്കാസ്റ്റ് ചെയ്യുന്ന മിയ വളരെ ലാഘവത്തോടെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെട്ട സിയാന പിന്നീട് തൻ്റെ ബിഹേവിയറിന് ക്ഷമ ചോദിക്കുന്നുണ്ടെങ്കിലും ജൊനാഥനോട് തൻ്റെ വിഷമങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. ക്ലൗണിനെ മാളിൽ വെച്ച് കണ്ട കാര്യം സിയാന പറയുമ്പോഴും അതൊരിക്കലും പോസിബിൾ അല്ലെന്ന് തിരിച്ചടിക്കുന്ന ജൊനാഥനോട് ഇതിനെല്ലാം ഒരു അവസാനം ടെറിഫയറിലേക്ക് തിരിച്ചുപോയി മാജിക്കൽ സോഡ് കണ്ടുപിടിക്കുന്നതാണെന്ന് അവൾ സമ്മതിക്കുന്നുണ്ട്.
ഇതേ സമയം മാളിൽ സാന്തയുടെ വേഷത്തിലെത്തിയ ക്ലൗൺ കുട്ടികൾക്കൊപ്പം സമയം ചിലവഴിക്കുകയും കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ മുഴുവൻ അവർക്ക് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് സെക്യൂരിറ്റി ഗാർഡ് ക്ലൗണിനെ ശ്രദ്ധിക്കുന്നത്. സാന്താക്ലോസിൻ്റെ വേഷത്തിൽ സംശയം തോന്നിയ ഗാർഡ് ക്ലൗണിനെ പുറത്താക്കുമ്പോഴാണ് കുട്ടികൾക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റിൽ നിന്ന് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത്. സാന്റയ്ക്കൊപ്പം ഫോട്ടോ എടുക്കാൻ വന്ന കുട്ടികളും പാരൻസും ആ ഒരൊറ്റ എക്സ്പ്ലോഷനിൽ അവസാനിക്കുന്നുണ്ട്. തിരിച്ചു വീട്ടിലെത്തിയ സിയാന ആൻറ്റിയും ഗാബിയുമായി സംസാരിക്കുമ്പോഴാണ് തൻ്റെ ജേണൽ രഹസ്യമായി ഗാബി വായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. ജേണൽ മുഴുവൻ വായിച്ച ഗാബി ക്ലൗണിനെ സിയാന മാളിൽ വെച്ച് കണ്ട കാര്യം മുഴുവൻ അറിയുകയും വേറെ ആരോടും പറയില്ലെന്ന ഉറപ്പോടെ കോംപ്രമൈസ് ആക്കുന്നുണ്ടെങ്കിലും സിയാനയ്ക്ക് തൻ്റെ സമാധാനം നഷ്ടപ്പെട്ട പോലെയാണ് തോന്നുന്നത്. മാളിലെ എക്സ്പ്ലോഷന് ശേഷം ജൊനാഥൻ്റെ കോളേജിലെ ക്രിസ്മസ് പാർട്ടിയിലെത്തിയ ക്ലൗൺ മിയയും കോളും മൈൽസ് കൗണ്ടിയിലെ കൊലപാതകവും സർവൈവേഴ്സുമായ ജൊനാഥിനെയും സിയാനയെയും പറ്റി സംസാരിക്കുന്നതാണ് കേൾക്കുന്നത്. തൻ്റെ പോഡ്കാസ്റ്റിന് ജൊനാഥൻ്റെയും സിയാനയുടെയും ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചു തരാൻ കോളിനോട് റിക്വസ്റ്റ് ചെയ്യുന്ന മിയ ക്ലൗണിനെ പറ്റി വാചാലയാകുന്നത് അവൻ കേൾക്കുന്നുണ്ട്. ഇതേ സമയം സെൻട്രൽ വില്ല മാളിലെ എക്സ്പ്ലോഷൻ ന്യൂസ് ടിവിയിൽ കാണുമ്പോഴാണ് സിയാനയ്ക്ക് താൻ മാളിൽ വെച്ച് കണ്ടത് ക്ലൗണിനെ തന്നെയാണെന്ന് ഉറപ്പാകുന്നത്. വളരെയേറെ പാനിക്കാകുന്ന അവൾ നമ്മൾ ആരും സേഫ് അല്ലെന്ന് പറഞ്ഞ് ജൊനാഥനെ വിളിക്കുന്നുണ്ട്. തൻ്റെ മെഡിസിൻ കഴിച്ചുറങ്ങുന്ന ജൊനാഥൻ അവളുടെ ഫോൺ കോൾ കേട്ട് അങ്കിളിനൊപ്പം വീട്ടിലെത്താമെന്ന് പറയുമ്പോഴാണ് സിയാനയ്ക്ക് സമാധാനം കിട്ടുന്നത്. മൈൽസ് കൗണ്ടിയിലെ സീരിയൽ കില്ലറിനെ പറ്റി വാചാലയായ മിയയെയും ബോയ്ഫ്രണ്ട് കോളിനെയും നോട്ടമിട്ട ക്ലൗൺ പിന്നീട് അവരുടെ പിന്നാലെയാണ് തൻ്റെ ആയുധങ്ങളുമായി നടക്കുന്നത്. ഒരു ചെയിൻ സോ കൊണ്ട് സെക്സിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരുവരെയും പല ഭാഗങ്ങളാക്കുന്ന ക്ലൗൺ മിയയുടെ സീരിയൽ കില്ലറിനോടുള്ള ക്യൂരിയോസിറ്റി എന്നേക്കുമായി അവസാനിപ്പിക്കുന്നുണ്ട്. കോളിനെ ചെയിൻ സോ കൊണ്ട് നടുകെ മുറിക്കുന്ന ക്ലൗൺ ഒടുവിൽ അവരെ കൊന്ന ശേഷം രക്തത്തിൽ കിടന്ന് തൻ്റെ സാന്താക്ലോസ് വേഷം അവിടെ തന്നെ ഉപേക്ഷിക്കുന്നു. സിയാനയുടെ പാനിക് അറ്റാക്ക് കണ്ട് മെഡിസിൻ കൊടുത്ത ജെസ് ആൻറ്റി അവളോട് റെസ്റ്റ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും അച്ഛൻ ക്രിയേറ്റ് ചെയ്ത വാൽക്കറി ക്യാരക്ടറിൻ്റെ ഒറിജിൻ അവൾ സ്വപ്നം കാണുന്നുണ്ട്. പുലർച്ചെ 2 മണിക്ക് അവൾ ഞെട്ടിയെഴുന്നേൽക്കുമ്പോൾ താഴെ കിച്ചണിൽ നിന്ന് കേൾക്കുന്നത് അവളുടെ അങ്കിളിൻ്റെയും ആൻറ്റിയുടെയും ശബ്ദമാണ്. പക്ഷേ കിച്ചണിലെത്തുമ്പോഴാണ് അത് വിക്ടോറിയ ആണെന്ന് അവൾ മനസ്സിലാക്കുന്നത്. ജൊനാഥനെ പിക്കപ്പ് ചെയ്യാൻ പോയ അങ്കിളിൻ്റെ ശരീരം വീടിൻ്റെ വാളിൽ തൂക്കിയിട്ട ക്ലൗൺ അവളെ തലക്കടിച്ച് കസാരയിൽ കെട്ടിയിടുന്നു. പിന്നീട് ക്ലൗണിനോട് സാദൃശ്യമുള്ള വേഷം ധരിച്ചെത്തിയ വിക്ടോറിയ ആണ് സിയാനയുടെ ജെസ് ആൻറ്റിയെ കൊല്ലുന്നത്. ഗാബി എവിടെയെന്ന് ചോദിക്കുന്ന അവർക്ക് എലികൾ തിന്നു തീർത്ത തലയോട്ടി കാണിച്ചു കൊടുത്ത് മാനസികമായി ജെസ്സിനെ തളർത്തി വളരെ ബ്രൂട്ടലായിട്ടാണ് സിയാനയുടെ മുൻപിലിട്ട് അവളെ തീർക്കുന്നത്. എന്നാൽ ജെസ്സിനെ കൊന്നതിന് ശേഷമാണ് എലികൾ തിന്നു തീർത്ത ആ തലയോട്ടി ജൊനാഥിൻ്റെതാണെന്ന് വിക്ടോറിയ പറയുന്നത്. തൻ്റെ ഈവിൾ സ്പിരിറ്റ് സിയാനയിലേക്ക് വിക്ടോറിയ കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും മാജിക് സോഡിൻ്റെ പവറുള്ള സിയാനയോട് വിക്ടോറിയയ്ക്ക് പൊരുതി നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നീട് റൂമിലുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് കണ്ട വിക്ടോറിയ സിയാനയോടത് തുറക്കാൻ പറയുകയും ഒടുവിൽ അകത്തുണ്ടായിരുന്ന മാജിക് സോഡ് കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്നു. വിക്ടോറിയയെ ഉപദ്രവിച്ചത് കണ്ട് ചെയിൻസോയുമായി സിയാനയ്ക്ക് നേരെ തിരിഞ്ഞ ക്ലൗൺ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓരോ തവണയും അവൾ രക്ഷപ്പെടുന്നുണ്ട്. അതേസമയം വിക്ടോറിയയുടെ ഈവിൽ സ്പിരിറ്റ് നിറഞ്ഞ ബ്ലഡ് കാരണം വീടിൻ്റെ ഫ്ലോർ പിളർന്ന് നരകത്തിലേക്കുള്ള വഴി തുറക്കുന്നു. അതിനുള്ളിൽ അകപ്പെട്ടു പോയ ഗാബിയെ രക്ഷിക്കാൻ സിയാന തൻ്റെ മാജിക് സോഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അവസാനം അവൾക്ക് സ്വാഡിൻ്റെ കൂടെ ഗാബിയെയും നഷ്ടപ്പെടുന്നു. എല്ലാം അവസാനിച്ചെന്ന് കരുതി സിയാന നിൽക്കുമ്പോഴാണ് അവൾ മാജിക് സോഡ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച ക്ലൗൺ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അവൾ കണ്ടത്. നേരെ തൻ്റെ മുറിവേറ്റ കൈയിലേക്ക് നോക്കിയ സിയാനയെ അമ്പരപ്പിച്ചുകൊണ്ട് മുറിവുകളെല്ലാം സ്വയം ഉണങ്ങുന്നത് അവൾ നോക്കി നിൽക്കുന്നുണ്ട്. ഇമ്മോർട്ടലായ സിയാനയുടെ ചിത്രം തന്നുകൊണ്ട് സിനിമ പിന്നീട് നീളുന്നത് ഒറ്റയ്ക്ക് ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ക്ലൗണിലേക്കാണ്. അതേസമയം ക്രിസ്മസ് രാത്രിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ഒരു ബസ്സിൽ ആകെ ഒരു പാസഞ്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബസ്സിലെ യാത്രക്കിടയിൽ പാസഞ്ചർ വായിച്ചുകൊണ്ടിരിക്കുന്നതാകട്ടെ ദ നയൻത് സർക്കിൾ എന്ന പുസ്തകമായിരുന്നു. താൻ വായിച്ചുകൊണ്ടിരുന്നത് ഒരു ഹൊറർ ക്രീപ്പി ബുക്കാണെന്ന് ഡ്രൈവറോട് പരാതി പറയുമ്പോഴാണ് അടുത്ത ബസ് സ്റ്റോപ്പ് എത്തുന്നത്. ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിയത് ആർട്ട് ദ ക്ലൗൺ ആയിരുന്നു. ശരീരം മുഴുവൻ സിയാനയുടെ മാജിക്കൽ സോഡ് കൊണ്ട് പരിക്കേറ്റ ക്ലൗൺ രക്തത്തിൽ കുളിച്ചാണ് ബസ്സിലെത്തിയത്. അവൻ്റെ അപ്പിയറൻസ് സൂക്ഷ്മമായി പരിശോധിക്കുന്ന പാസഞ്ചറോട് ക്ലൗൺ തൻ്റെ ഐക്കോണിക് ആർട്ട് ദ ക്ലൗൺ സ്മൈൽ കാണിക്കുമ്പോഴാണ് സിനിമ അവസാനിക്കുന്നത്.